ഐഫർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പേപ്പർ ടു എക്കണോമിക്സ് എൻ്റെ സബ്ജക്റ്റ് എനിക്ക് കുഴപ്പമില്ല. ശരി, ഇപ്പം എനിക്കൊരു എക്സ്റ്റേണൽ ഹെൽപ്പ് ഇല്ലെങ്കിലും വേണമെങ്കിൽ എനിക്ക് ചെയ്യാമെന്ന് വെക്കാം. പക്ഷെ പേപ്പർ 1 പറ്റി എനിക്ക് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ എക്സാംസിന് മുമ്പ് നെറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും എനിക്ക് പേപ്പർ 1 ഇതാണ് സിലബസ് ഇതാണ് എന്ന് പറയാൻ എനിക്ക് അറിയത്തില്ല. സോ അതിന് ആക്ച്വലി ഐഫറാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഞാൻ പേപ്പർ 1 എൻ്റെ കോൺഫിഡൻസ് ആദ്യം വന്നത്. ഞാനും മൾട്ടിപ്പിൾ ടൈപ്സ് എഴുതി ഫെയിലായ ആളാണ്. എന്നെ എല്ലാ പ്രാവശ്യവും നെറ്റ് എഴുതുമ്പോൾ ഞാൻ അത് പുതിയതായിട്ട് അങ്ങ് അപ്രോച്ച് ചെയ്യണം. ഞാൻ ഇതിനു മുമ്പ് നെറ്റ് എഴുതിയതാണ്, അയ്യോ എനിക്ക് കിട്ടിയില്ല, നെറ്റിന്റെ പേടി സ്വപ്നമാണെന്നും പറഞ്ഞ് ഞാൻ ഒരിക്കലും എഴുതിയിട്ടില്ല. എക്കണോമിക്സിൽ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഇഫ്രേറ്റ് ആയിട്ടുള്ള മേഘയുമായിട്ടാണ് നമ്മൾ ഇന്ന് പ്രിപ്പറേഷൻ ജേണി സംസാരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ മേഘ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഓക്കെ, മേഘ എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു റീസെൻ്റ് ആയിട്ടുള്ള എക്സാമുകൾ അസസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടൊരു പാറ്റേൺ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചില എക്സാമുകൾക്ക് അപ്ലിക്കേഷൻ, ചില എക്സാമുകൾക്ക് നോർമലി. അപ്പോൾ എക്കണോമിക്സിൻ്റെ കുട്ടികളൊക്കെ കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എക്കണോമിക്സ് എന്താണ് പഠിക്കേണ്ടത്, ഈ മാറിക്കൊണ്ടിരിക്കുന്ന പാറ്റേണുകൾക്കനുസരിച്ച് എങ്ങനെയാണ് റെഡി ആവുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു മേഘയുടെ ഒരു എക്കണോമിക്സ് അപ്രോച്ച്, ഒരു എക്കണോമിക്സ് പ്രിപ്പറേഷൻ? ആക്ച്വലി ഞാൻ എൻ്റെ UG PG കഴിഞ്ഞുകൊണ്ട് തന്നെ നല്ലൊരു ബേസ് അതിൽ ഉണ്ടായിരുന്നു. പിന്നെ ക്ലാസ്സസ്, PYQs, ഇത് ഞാൻ PYQs പിന്നെ കാറ്റഗറൈസ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം ആക്ച്വലി എൻ്റെ മെൻറ്റർ ജ്യോതിക ചേച്ചിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ലൈക്ക് കാറ്റഗറൈസ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്യും. ഞാൻ കാരണം ക്ലാസ്സസ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. കാറ്റഗറൈസ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്യും, ഡെയിലി ടെസ്റ്റ് മാത്രം അല്ലാണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറേ ഐഡിയ കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാറ്റഗറൈസ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് ഓക്കെ, ഞാൻ പഠിച്ച അപ്രോച്ച് അല്ലാണ്ട് വേറെയും കുറച്ച് അപ്രോച്ചസ് അതിനുണ്ട്. ലൈക്ക് നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്കലി ചിലത് നോക്കാം, ചിലത് തിയററ്റിക്കലി നോക്കാം. എനിക്ക് തിയററ്റിക്കലി ആയിരുന്നു കൂടുതൽ പരിചയം. അപ്പം ഞാൻ മാത്തമാറ്റിക്കലി പഠിക്കാൻ തുടങ്ങി, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. മോസിൻ മാമിൻ്റെ ക്ലാസ്സുകളിൽ നിന്ന് എനിക്ക് കുറേ മാത്തമാറ്റിക് അപ്രോച്ചുകൾ കിട്ടി. ലൈക്ക് എനിക്ക് കംപ്ലീറ്റ്ലി ഞാൻ ഇഗ്നോറൻ്റ് ആയിരുന്നു മാത്തമാറ്റിക്സ് എങ്ങനെ എക്കണോമിക്സിൽ അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് എക്കണോമെട്രിക്സ് ഓക്കെയാണ്, പക്ഷേ മാത്തമാറ്റിക്കലി എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഡിഫറൻസിയേഷൻസ്, ഇൻ്റഗ്രേഷൻസ് അതെങ്ങനെ. അപ്പോൾ ഞാൻ പിന്നെ എല്ലാ ഇക്വേഷൻസും നോട്ട് ചെയ്യുന്ന ക്ലീൻ ആയിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെക്കും. സോ ഞാൻ പിന്നീട് കാറ്റഗറൈസ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് റെഫർ ചെയ്ത് ആൻസേഴ്സ് ചെയ്തെന്ന് പറയും. പിന്നെ എനിക്കത് ശീലമായി, റെഫർ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ആ നോട്ട് പാഡ് എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും, നെറ്റിന് പോകുന്നൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു രീതി. ഞാൻ ആ പാറ്റേൺ അങ്ങനെ തന്നെ ഫോളോ ചെയ്തു. ക്വസ്റ്റ്യൻസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് പിന്നെ തിരിച്ചു പോയി റിവൈസ് ചെയ്യുക, തെറ്റാവുന്നത് നോക്കുക, തെറ്റായതിൽ എവിടെയാണെന്ന് നോക്കുക. കോൺസെപ്ച്വലി ലൈക്ക് ഞാൻ ഇൻ്റർനെറ്റും ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സസും കുറേ റെഫർ ചെയ്തിട്ടുണ്ട്, PDFs നോക്കിയിട്ടുണ്ട്, എല്ലാം. ഓക്കെ. അപ്പം മേഘയോട് സംസാരിച്ച മേഘ തന്നെ പറഞ്ഞു PYQ നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പ്രിപ്പറേഷൻ തുടങ്ങുന്ന ആളുകൾക്കുള്ള ഒരു സംശയം, PYQ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഫസ്റ്റ് PYQ നോക്കിയിട്ടാണോ പഠിക്കേണ്ടത്, പഠിച്ചിട്ടാണോ PYQ ചെയ്യേണ്ടത്, PYQ കാറ്റഗറൈസ്ഡ് ആയിട്ടാണോ പഠിക്കേണ്ടത്, മിക്സ്ഡ് ആയിട്ടാണോ? അപ്പം മേഘയുടെ ഒരു പ്രിപ്പറേഷനിൽ PYQ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത്. എങ്ങനെയായിരുന്നു മേഘയുടെ ഒരു PYQ ലേണിംഗ് സ്ട്രാറ്റജി? അതെന്ന് വെച്ചാൽ ഞാൻ സൈമിൾട്ടേനിയസ്ലി ആണ് നോക്കിയത്. ആദ്യം കുറേ നാൾ ക്ലാസ്സുകൾ ചെയ്തു. പിന്നെ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഫൗണ്ടേഷനും വെച്ച് ഞാൻ ആദ്യം ഒരു PYQ നോക്കി. PYQ നോക്കുമ്പം അഫ്കോഴ്സ് നമുക്ക് ആദ്യം ഒന്നും ആൻസർ കിട്ടത്തില്ല. മേ ബി വളരെ ലോ മാർക്സ് ആയിരിക്കും നമ്മൾ പോകുന്നത്, 30 8 6 കയറും. അപ്പോൾ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവാതിരിക്കുക. ആദ്യത്തെ ഒരു PYQ മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഇത് ഒരു നെറ്റ് പരീക്ഷയല്ല, നിങ്ങളുടെ കാറ്റഗറി ജസ്റ്റ് സ്റ്റാർട്ടിങ് ആണ്. അപ്പോൾ ആദ്യത്തെ ഒരു PYQ കണ്ടതോടെ പിന്നെ ആ ഭാഗത്തോട്ടേ നോക്കില്ല എന്നും പറഞ്ഞ് ഇരിക്കരുത്. അത് ആക്ച്വലി എന്നെ കുറെ ആ ഒരു പാറ്റേൺ. ഓക്കെ, നമ്മളൊരു ഒരു ക്വസ്റ്റ്യൻ മാത്രമേ നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളൂ, നമുക്ക് വെരി മിനിമൽ നോളേജേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു ലെവല് അതിൽ നിന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ 30ൽ 6 കിട്ടിയെന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്കിനി ഒരു അത്രയും മാർക്ക്, ഒരു 24 മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്ന് അർത്ഥം. സോ അത് ആ ഒരു ഡിമോട്ടിവേറ്റഡ് ആവാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. പിന്നെ ചെയ്യാല്ലെന്ന് വെച്ചാൽ ഈ PYQ ചെയ്തു അത് അവിടെ വിട്ടു എന്നല്ലാണ്ട് റിവൈസ് ചെയ്യുക. നമ്മുടെ അടുത്തത്തെ നോക്കുക എവിടെയാ തെറ്റിയെ. ചിലപ്പോൾ നമ്മൾ ശരിയെന്ന് വിചാരിച്ച് കുത്തിയ ആൻസർ ആയിരിക്കും ഏറ്റവും തെറ്റ്. അല്ലെങ്കിൽ ചിലപ്പോൾ ലാപ്സ് ഓഫ് കോൺസെൻട്രേഷനിൽ Aക്ക് പകരം B കൊടുക്കുക, Bക്ക് പകരം C കൊടുക്കുക. അപ്പോൾ മാക്സിമം അത് ചെയ്യുക. പിന്നെ PYQ ഹെൽപ്പ് ചെയ്തതെന്ന് വെച്ചാൽ എക്സാം ഫെറ്റീഗ്. ഈ നെറ്റ് എക്സാം 3 മണിക്കൂർ കുത്തിയിരുന്ന് 150 ക്വസ്റ്റ്യൻസ് ചെയ്യാന്ന് പറയുന്നത് എളുപ്പമല്ല. നമ്മളൊരു 1-1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും ബാക്കി നമ്മൾ ഫെറ്റീക്കും, ക്ഷീണിക്കും.
നമുക്ക് ക്വസ്റ്റ്യൻസ് പിന്നെ കാണണ്ട, എഴുതണ്ട, എങ്ങനെയെങ്കിലും തീർത്ത് അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി എന്നുള്ളൊരു മാനസികാവസ്ഥയിലോട്ട് പോകും. ഇപ്പൊ ഈ കാറ്റഗറൈസ്ഡ് ക്വസ്റ്റ്യൻസ് 50, 20, ഈ 15 ക്വസ്റ്റ്യൻ, 20 ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഒരു ഫുൾ ട്രയൽ എടുക്കുന്നത്, ഇത് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ആ ഫെറ്റീഗ് മാറും, നമുക്ക് ആ മടുപ്പ് മാറും എക്സാം എഴുതാനുള്ളത്, പിന്നെ എക്സൈറ്റഡ് ആവും. ആക്ച്വലി അത് ഞാൻ നെറ്റ് എക്സാം എഴുതുമ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഐഫറിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പുള്ള നെറ്റ്സ് എഴുതുമ്പോഴൊക്കെ എനിക്ക് എക്സാം ഫിറ്റിംഗ് ഉണ്ടായിരുന്നു. 1020 ക്വസ്റ്റ്യൻ ഒക്കെ കഴിയുമ്പോഴേക്കും വർണ്ണർത്ത് വെച്ച് കാണാന്ന് പറഞ്ഞ് കുത്തുന്ന പരിപാടി, എക്സാം ക്വസ്റ്റ്യൻസ് വായിക്കൂടിയില്ലായിരുന്നു. പക്ഷെ ഐഫറിൽ ജോയിൻ ചെയ്ത് ഞാൻ ഇപ്രാവശ്യത്തെ നെറ്റ് എഴുതുമ്പോഴേക്കും എനിക്ക് എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം ഓരോ ആൻസേഴ്സ് എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കണ്ടുപരിചയമുണ്ട്, പിന്നെ ഞാൻ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്, PYQസിലാവാം, ചിലപ്പം ക്ലാസ്സസിലാവാം. അപ്പോൾ ആ ഒരു എക്സാം ഫെറ്റീഗ് മാറി. 150 ക്വസ്റ്റ്യൻ പോയി തന്നിട്ടില്ല, എനിക്ക് 3 മണിക്കൂർ പോരാന്ന് തോന്നിയിട്ടില്ല, കൂടുതലായിട്ടേ തോന്നിയിട്ടുള്ളൂ. ഓക്കെ. ഇപ്പോൾ മേഘ തന്നെ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് ഡീമോട്ടിവേറ്റഡ് ആവാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ പ്രിപ്പറേഷൻ ആസ്പെക്റ്റിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നം ഇതാണ്, ഡീമോട്ടിവേറ്റഡ് ആവുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ സാധിക്കാതെ. എസ്പെഷ്യലി ഇതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റേജിൽ ഇനീഷ്യലി വരുന്ന ഇപ്പോൾ മോക്ക് ടെസ്റ്റുകളാണെങ്കിലും ഒറിജിനൽ എക്സാമുകളിലാണെങ്കിലും ഈ സെറ്റ് ബാക്കുകളൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റഡ് ആവും. അപ്പോൾ എങ്ങനെയായിരുന്നു മേഘയുടെ ഒരു സ്ട്രാറ്റജി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചത്? കൺസിസ്റ്റന്റ് പറഞ്ഞാൽ ഞാൻ തുടങ്ങിയത് ഡെയിലി ടെസ്റ്റിൽ നിന്നാണ്, 10 ക്വസ്റ്റ്യൻ. കാരണം എനിക്ക് ആദ്യം കാറ്റഗറൈസ്ഡ് അല്ലെങ്കിൽ മോക്ക് ട്രയൽ ഒക്കെ എടുക്കുമ്പോൾ അയ്യോ 100 ക്വസ്റ്റ്യൻ ഞാൻ ഇരുന്നാൽ തീരത്തില്ലല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ 10 ക്വസ്റ്റ്യനിൽ ചിലപ്പം ചിലത് എൻ്റെ ഭാഗ്യം കൊണ്ടായിരിക്കും, ഞാൻ എടുക്കുന്ന ആദ്യത്തെ സെറ്റ് ചിലപ്പോൾ എളുപ്പമായിരിക്കും. ഞാൻ ചെയ്തു വരുമ്പോഴേക്കും ഞാൻ പറയുന്നത് വെച്ചാൽ ഡെയിലി ടെസ്റ്റ് ആയാലും ശരി, അല്ലെങ്കിൽ കാറ്റഗറൈസ്ഡ് ആയാലും ശരി, ഇപ്പം നിങ്ങൾക്ക് എക്കണോമെട്രിക്സ് ആണ് ബുദ്ധിമുട്ടെങ്കിൽ ആദ്യമേ കയറി അതിലെടുക്കാതിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചൊരു ഫൗണ്ടേഷൻ വെച്ചിട്ട് എക്കണോമെട്രിക്സിൽ വന്നാൽ മതി, നിങ്ങൾക്ക് മാറ്റി വയ്ക്കുക. കാരണം ചിലപ്പോൾ നിങ്ങൾ എക്കണോമെട്രിക്സ് എടുക്കുകയോ അതിനകത്തോട്ട് കയറി ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ടേക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ 10ൽ 2 മാർക്കൊക്കെ കാണുമ്പോഴേക്കും ഇനിയിപ്പോൾ ഈ വഴിക്ക് വരണ്ടെന്ന് തോന്നും. ഭേദം നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിരിക്കുന്ന ഒരു ഏരിയ, മൈക്രോയോ മാക്രോയോ, അതിൽ തുടങ്ങുക. അതിൽ തുടങ്ങിയിട്ട് ഓക്കെ ഒന്ന് കോൺഫിഡൻ്റ് ആയി, ഓക്കെ നമ്മൾ ആ ഏരിയയിൽ സ്ട്രോങ് ആണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും നമുക്ക് ഓക്കെ ബാക്കി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം താനേ വരും. പിന്നെ എനിക്കിപ്പം മോക്സ് എല്ലാ മോക്സും ഞാൻ എടുത്തിട്ടുള്ളൂ, ഒരു മോക്ക് പോലും ഞാൻ മിസ് ചെയ്തിട്ടില്ല. ഇപ്പൊ സമയം ഇല്ല എന്നുണ്ടെങ്കിൽ കൂടിയും പാതിരാത്രി ടൈം കഴിയുന്നതിന് മുമ്പായാലും ഞാനത് ചെയ്ത് തീർക്കും. അടുത്ത ദിവസം ഞാൻ അതിൻ്റെ ആൻസർ നോക്കും, അത്രേ ഉള്ളൂ. അത് ചെയ്യുക, അതിൻ്റെ ആൻസേഴ്സ് നോക്കുക, പിന്നെ പഠിക്കുന്നതിലൂടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ തിയറി കാണുമ്പോഴേക്കും ഓക്കെ അയ്യോ ഇത് തിയറി എന്നും പറഞ്ഞിരിക്കാതെ ഈ തിയറി ചിലപ്പോൾ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യമായിരിക്കും, അതങ്ങനെ അപ്ലൈ ചെയ്ത് പഠിച്ചു നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ മെൻറ്റേഴ്സിൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുക. ഇല്ലെങ്കിൽ ഇനി ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഇപ്പോൾ ChatGPT, ജെമിനിയും ഗൂഗിളും ഒക്കെ ഉണ്ട്. ചുമ്മാ അധികം എക്സാമ്പിൾ ചോദിച്ചാൽ അത് കഥയായിട്ട് എക്സാമ്പിൾ പറഞ്ഞു തരും. ചിലപ്പോൾ ഒരു കുഞ്ഞ് പെട്ടിക്കടയിലെ കഥ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പം അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുക, അത് ആ ഒരു ഇത്. പിന്നെ നെറ്റ് എന്ന് പറയുന്നതിന് ജീവിതത്തിന്റെ അവസാനം ഒന്നും കരുതാതിരിക്കുക. കാരണം ആ ഒരു ഒറ്റ എക്സാമ്പിൾ നമ്മളെല്ലാം ബെറ്റും വെച്ചിട്ടിരുന്നാൽ അത് നമ്മളെ സ്ട്രെസ്ഡ് അല്ലെങ്കിൽ കൂടിയും സ്ട്രെസ്ഡ് ആവും. നമ്മൾ മാർക്ക് കിട്ടിയില്ലെങ്കിൽ, നമ്മളൊരു മോക്ക് ചെയ്യുമ്പോൾ ഒരു മാർക്ക് കിട്ടിയില്ലെങ്കിൽ കൂടി നമ്മൾ വന്നിട്ട് അയ്യോ പോയി എന്നും പറഞ്ഞിരിക്കുക. നെറ്റില്ല, ഓക്കെ നെറ്റ് വർഷത്തിൽ 2 പ്രാവശ്യം നടക്കുന്ന, ഡിസംബറിൽ കിട്ടിയില്ലെങ്കിൽ ജൂണിൽ കിട്ടും എന്ന് വെക്കുക. എനിക്ക് ആക്ച്വലി ഏതാണ് എനിക്ക് തോന്നിയത്, ഓക്കെ ഡിസംബറിൽ കിട്ടിയില്ലെങ്കിൽ ജൂണിൽ കിട്ടും, ഒരു 6 മാസത്തെ വ്യത്യാസം. ഈ ഇപ്പോൾ ഒരു 6 മാസം പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല, അടുത്തൊരു 6 മാസം പോകുന്നത് നമ്മൾ അറിയത്തില്ല. അത് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ എന്ന് വിചാരിക്കാം. നമ്മൾ എക്സാമിൽ സ്ട്രെസ് കൊടുക്കാതിരിക്കും. മേഘയുടെ പ്രിപ്പറേഷനിൽ ഐഫറിന്റെ റോൾ എത്രത്തോളമായിരുന്നു, എങ്ങനെയായിരുന്നു ഐഫർ? ഐഫർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പേപ്പർ 2 എക്കണോമിക്സ് എൻ്റെ സബ്ജക്റ്റ് എനിക്ക് കുഴപ്പമില്ല, ശരി ഇപ്പം എനിക്കൊരു എക്സ്റ്റേണൽ ഹെൽപ്പ് ഇല്ലെങ്കിലും വേണമെങ്കിൽ എനിക്ക് ചെയ്യാമെന്ന് വെക്കാം. പക്ഷെ പേപ്പർ 1 പറ്റി എനിക്ക് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ എക്സാംസിന് മുമ്പ് നെറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും എനിക്ക് പേപ്പർ 1 ഇതാണ് സിലബസ് ഇതാണ് എന്ന് പറയാൻ എനിക്ക് അറിയത്തില്ല. സോ അതിന് ആക്ച്വലി ഐഫറാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഞാൻ പേപ്പർ 1 എൻ്റെ കോൺഫിഡൻസ് ആദ്യം വന്നത് തന്നെ. അങ്ങോട്ട് പോകുമ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഞാൻ പേപ്പർ 2 പേപ്പർ 1 നല്ലതെന്നാണ്. എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ 30-35 മോക്കിൽ എടുത്തുകൊണ്ടിരുന്ന പേപ്പർ 1. അപ്പോൾ അതാണ് ഈ കോൺഫിഡൻസ് വന്നത്. ഓക്കെ പേപ്പർ 2 നമ്മളൊരു 60-70 എത്തിച്ചാൽ മതി, ബാക്കി പേപ്പർ 1 നമുക്ക് സ്ട്രോങ് ആണ് എന്നുള്ളത്. അതിൽ തന്നെ എനിക്ക് ലോജിക്കൽ ഫാലസി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒരു നാക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആക്ച്വലി ആ കാര്യത്തിൽ സാറിൻ്റെ ക്ലാസ് എനിക്ക് ഷോർട്ട് ക്ലാസ്സസ് ആണല്ലോ, 15 മിനിറ്റ് 14 മിനിറ്റ് 2 മണിക്കൂർ ഇരുന്ന് ക്ലാസ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ 15 മിനിറ്റ് 14 മിനിറ്റ് അതെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഷോർട്ട് നോട്ട്സ്
പിന്നെ അതിന്റെ മോക്സ് ഇപ്പൊ എനിക്ക് പേപ്പർ ടൂവിൽ ഞാൻ എന്തെങ്കിലും ചെയ്ത് എനിക്ക് ആൻസറേ കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥ വരുമ്പോഴേക്കും ഞാൻ പേപ്പർ വണ്ണിൽ ഇപ്പോൾ ചെയ്യും. കാരണം അതിൽ കഴിയുമ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും മാർക്ക് കിട്ടുന്നുണ്ട്. ഡേറ്റ അനാലിസിസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആക്ച്വലി ഞാൻ ഡേറ്റ അനാലിസിസ് ഒക്കെ വലിയ കാര്യമാണെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെർസെൻറ്റേജസ് വെറും പെർസെൻറ്റേജസ് റേഷ്യോസ് ഉള്ളെന്ന് മനസ്സിലാവും. റേഷ്യോസ് ബേസിക് കണക്ക്. അപ്പൊ അത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ തന്നെ ഓക്കെ, ഡേറ്റ അനാലിസിസ് ചെയ്യുമ്പോൾ തന്നെ ഒരു അച്ചീവ്മെന്റ് ആണ്. കാരണം മാത്സിന്റെ പേടി സ്വപ്നമായിരുന്നു. ഡേറ്റ അനാലിസിസ് എനിക്ക് കിട്ടി തുടങ്ങി. അതെനിക്ക് 10-20 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് നെറ്റിലത് ആക്ച്വലി മെയിൻ എക്സാമിൽ നെറ്റിൽ അത് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഞാൻ ഡേറ്റ അനാലിസിസ് ആണ് ഇതിനു മുമ്പ് എഫറിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പൊക്കെ ഡേറ്റ അനാലിസിസ് ആണ്, അതുകൊണ്ട് ആ ഭാഗത്തോട്ടേ പോണ്ട നമുക്ക് അവസാനം വരാമെന്നും പറഞ്ഞ് വെച്ചിരുന്ന സാധനമാണ്. ഇപ്രാവശ്യം ഞാൻ വന്ന് ഡേറ്റ അനാലിസിസ് എവിടെയെന്നും പറഞ്ഞ് ആദ്യം പോകുന്നത് തന്നെ. എന്റെ ഷുവർ 5 മാർക്ക്, അല്ലെങ്കിൽ അതേപോലെ കോംപ്രഹെൻസീവ്, അത് കഴിഞ്ഞ കോംപ്രഹെൻഷൻ ഷുവർ 5 മാർക്ക്. അപ്പൊ 10 മാർക്ക് നമ്മളായി. ബാക്കി 25-30 ഒപ്പിച്ചാൽ മതി എന്നുള്ളൊരു അപ്പം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പേപ്പർ ഓൺലൈൻ കേസ്. ഓക്കെ. സോ ആസ് എ ഫൈനൽ ക്വസ്റ്റ്യൻ, ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പം ഒരുപാട് ആളുകൾ ഇപ്പം മൾട്ടിപ്പിൾ ടൈം എക്സാം ഇതിന് ക്വാളിഫൈ ചെയ്യാത്ത ആളുകളുണ്ട്. എല്ലാവർക്കും അതിൻ്റെതായ സെറ്റ് ബാക്കുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അവരോടൊരു ബീങ് എ ക്വാളിഫയർ, ബീങ് എ വിന്നർ, മേഘക്ക് ഫൈനലായിട്ട് എന്താണ്? ഞാനും മൾട്ടിപ്പിൾ ടൈപ്പ് ചെയ്ത് ഫെയിലായ ആളാണ്. എല്ലാ പ്രാവശ്യവും നെറ്റ് എഴുതുമ്പോൾ ഞാൻ അത് പുതിയതായിട്ട് അങ്ങ് അപ്രോച്ച് ചെയ്യണം. ഞാൻ ഇതിനു മുമ്പ് നെറ്റ് എഴുതിയതാണ്, അയ്യോ എനിക്ക് കിട്ടിയില്ല, നെറ്റിന്റെ പേടി സ്വപ്നമാണെന്നും പറഞ്ഞിട്ട് ഒരിക്കലും എഴുതിയിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് നെറ്റ് ഇപ്പോ ഡിസംബറിൽ കിട്ടിയില്ല, ജൂണിൽ എഴുതിയ നിങ്ങൾക്ക് ആ പേടി ഉണ്ടെങ്കിൽ മേ ബി ടേക്ക് എ ബ്രേക്ക് ആൻഡ് കം ടു ഡിസംബർ. അത് ചെയ്യാം, ഒരു ബ്രേക്ക് എടുക്കുക, എന്നിട്ട് പഠിക്കുക, ഒരു പുതിയ അപ്രോച്ച് തന്നെ വെക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ നെറ്റ് ഞാൻ ഇപ്രാവശ്യം ചോദിക്കാൻ പോണത്, കഴിഞ്ഞ പ്രാവശ്യം കംപ്ലീറ്റ്ലി മാത്തമാറ്റിക്കൽ ആയിരുന്നുകൊണ്ട് ഇപ്രാവശ്യം കംപ്ലീറ്റ്ലി മാത്തമാറ്റിക്കൽ ആയിരിക്കും. അങ്ങനെ ഒരു പ്രീ അസംഷൻ അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് വെക്കാണ്ടിരിക്കുക, പുതിയതായിട്ട് ചെയ്യുക. ഒരു എക്സാം എന്തായിരിക്കണം, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രിപ്റ്റീവ് പോലും അല്ല. നിങ്ങൾക്ക് ആൻസേഴ്സ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആൻസറിൽ എത്താം. അങ്ങനെ പുതിയ സ്ട്രാറ്റജീസ് കണ്ടുപിടിക്കുക. Maybe you'll fall into love in the process. Okay. So that's it, Megha. Once again, congratulations. Thanks.